നമസ്കാരം, ഞാൻ ഹാനി മുസ്തഫ. ഫ്ലൈവിൽ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിൽ തന്നെ ഒരു കാറിൻ്റെ ഫസ്റ്റ് ഡ്രൈവിനാണുള്ളത്. ആ കാർ ഏതാണെന്നല്ലേ? ഇതാണ് ആ കാർ, മാരുതിൻ്റെ പുതിയ എസ്പ്രസോ. മിനി എസ് യു വി എന്ന സെഗ്മെൻറ്റിലേക്കാണ് മാരുതി എസ്പ്രസോ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എസ് യു വിയുടെ ഒരു ക്യാരക്ടർ നൽകുന്ന ഡിസൈനാണ്. ഡിസൈനെ കുറിച്ച് പറയുമ്പോൾ ഫ്രണ്ടിലെ ഒരു കോൺട്രവേഴ്ഷ്യൽ ഡിസൈനാണ്. നമുക്ക് പല കാറുകളായിട്ട് സിമിലറായി തോന്നും. അതിൽ മാരുതിയുടെ എലമെൻ്റ് എടുക്കുകയാണെങ്കിൽ വിത്താര ബ്രസ്സേൻ്റെ കുറച്ച് എലമെൻറ്റ്സ് വന്നിട്ടുണ്ട്. പക്ഷേ കുറേ കൂടെ ഒരു സ്കോർപ്പിയോൻ്റെ ഒരു ചെറിയ ഫോമായിട്ട് തോന്നുന്നുണ്ടെന്ന് പലരും പറഞ്ഞു. അതെനിക്ക് കുറച്ച് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു എസ് യു വിയുടെ ക്യാരക്ടർ ഫ്രണ്ടിൽ കിട്ടുന്ന രീതിയിൽ കട്ടിങ്ങും ലൈറ്റും അതുപോലെ തന്നെ ഗ്രില്ലും വന്നിരിക്കുന്നത്, ബോഡി ഫോമും അങ്ങനെ തന്നെ വന്നിരിക്കുന്നത്, സൈഡും കുറച്ചൊരു ബോക്സി ആയിട്ടുള്ള ഡിസൈനാണ്. റിയറിലേക്ക് വരുമ്പോഴും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെയിൽ ലൈറ്റും വന്നിട്ടുണ്ട്. സോ 6 വ്യത്യസ്ത കളറുകളാണ് പുതിയ എസ്പ്രസോയിൽ നൽകുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന കളേഴ്സാണ്. അതിൻ്റെ പുറമെ 2 ബോഡി പാക്കേജ് ഉണ്ട്, എക്സ്പെഡിഷൻ പാക്കേജും എനർജറ്റിക് പാക്കേജും. ഇതിന് കുറച്ച് ട്രിം ഡിഫറൻസ് ഉണ്ട്. അത് നമുക്ക് ആക്സസറി എന്ന രീതിയിൽ ഫിറ്റ് ചെയ്യാവുന്നതാണ്. റിയറിലേക്ക് വരുമ്പോൾ മറ്റുള്ള മാരുതി കാറിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ വേറെ ഏതൊക്കെയോ കാറായിട്ട് നമുക്ക് സിമിലറായി തോന്നിക്കുന്നത് റിയർ എൻഡ് ആയിട്ടാണ് എനിക്കിത് കാണുമ്പോൾ ഫീൽ ചെയ്തിട്ടുള്ളത്. അതിലൊന്ന് ക്വിഡിൻ്റെ ഒരു പോർഷൻ ഇവിടെ കാണുന്നുണ്ട്. ടെയിൽ ലൈറ്റിൻ്റെ ഒരു പോർഷനിൽ നമുക്ക് ആ ഒരു ഡിസൈൻ കാണാൻ പറ്റും. പക്ഷേ ഗ്രാഫിക് ഡിഫറെൻ്റ് ആണ്. ഒരു സീ ട്രീറ്റ്മെൻറ്റ് എന്ന് മാരുതി വിളിക്കുന്ന ഒരു ഗ്രാഫിക് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ നിന്ന് കാണുമ്പോൾ ഉള്ള ഒരു കട്ടിങ്ങും കുറച്ചൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കട്ടിംഗ് ആണ്. റിയറിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ സ്പോയിലർ പോർഷൻ ഉണ്ട്. ബ്ലാക്ക് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഗ്ലാസിൻ്റെ ഒരു പോർഷൻ, അത് കുറച്ചൊരു ബെൻഡ് ചെയ്ത് കൊടുത്തതും ഇത്രയും ഭാഗം ഒരു പ്ലെയിനായി കൊടുത്താലും തന്നെ ഒരു എസ് യു വി ക്യാരക്ടർ നൽകാൻ സാധിച്ചിട്ടുണ്ട്. ബമ്പറിലാണ് രജിസ്ട്രേഷൻ പ്ലേറ്റ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ബമ്പറിന് ഒരു സ്പ്ലിറ്റ് ബമ്പറായിട്ടുള്ള ഒരു ബ്ലാക്ക് പോർഷൻ വന്നതും ആ എസ് യുടെ ക്യാരക്ടർ നൽകുന്നുണ്ട്. ഫ്രണ്ടിൽ ഡേ ടൈം റണ്ണിംഗ് ലൈറ്റിന് സിമിലർ ആയിട്ടുള്ളൊരു റിഫ്ലക്ടർ കൂടെ കൊടുത്തു. ബാക്കിലേക്ക് വരുമ്പോൾ ആ ഷേപ്പിന് ചെറിയൊരു ഹിപ്പ് ഫോർമേഷൻ കൂടെ വന്നതോടുകൂടി കുറച്ചൊരു ക്യാരക്ടർ ലഭിക്കുന്ന രീതിയിൽ സ്ട്രേറ്റ് റിയറിന് കാണുന്നതിനേക്കാളും റിയർ ക്വാർട്ടറിൽ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നു. ഈ വിഭാഗത്തിൽ പെടുന്ന മറ്റുള്ള കാറിനേക്കാളും വളരെ റൂമി ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് മാരുതി എസ്പ്രസോ നൽകിയിട്ടുള്ളത്. അതിൽ ഏറ്റവും അട്രാക്റ്റീവ് നിൽക്കുന്നത് ഡ്രൈവർ സീറ്റാണ്. ഒരു കമാൻഡിങ് ആയിട്ടുള്ള നല്ല സപ്പോർട്ടുള്ള ഡ്രൈവർ സീറ്റാണ്. അത്യാവശ്യം നല്ല കുഷനും ലഭിക്കുന്നുണ്ട്. ഇതാണ് ഇന്ത്യയിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. എൻ്റെ കൺസോളിൽ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. അത് മാരുതിയുടെ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെയാണ്. നമുക്ക് മറ്റുള്ള മോഡലും പരിചിതമായിട്ടുള്ളത്. ഇതിൽ മാരുതിയുടെ സ്മാർട്ട് സ്റ്റുഡിയോ ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോയും അതുപോലെ തന്നെ ആപ്പിളിൻ്റെ കാർപ്ലേയും ഉപയോഗിച്ച് നമുക്ക് എല്ലാ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യാൻ പറ്റും. നാവിഗേഷനും യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ താഴെയായിട്ടാണ് പവർ വിൻഡോയുടെ സ്വിച്ച് വരുന്നത്. അത് അല്പസമയം എടുക്കും നമുക്ക് യൂസ് ചെയ്യാം.
ബാഗ് മാരുതി എക്സ്പ്രസോയിൽ നൽകുന്നുണ്ട്. അതുപോലെ സേഫ്റ്റി ഫീച്ചറായിട്ട് ABS-ഉം സ്റ്റാൻഡേർഡായിട്ട് ലഭിക്കുന്നുണ്ട്. മുന്നിൽ മക്ഫേഴ്സൺ സ്ട്രട്ടും പിന്നിൽ ടോർസൺ പ്രീമായിട്ടുള്ള കോയിൽ സ്പ്രിംഗ് സസ്പെൻഷനാണ് മാരുതി എക്സ്പ്രസോ നൽകിയിട്ടുള്ളത്. നല്ലൊരു റൈഡിന് അനുയോജ്യമായിട്ടുള്ളൊരു സസ്പെൻഷൻ തന്നെയാണത്. NVH ലെവൽ പൊതുവേ കൺട്രോൾഡ് ആണ്. എഞ്ചിൻ നോയ്സ് അധികം വരുന്നില്ല, വിൻഡ് നോയ്സും വരുന്നില്ല. പക്ഷെ റോഡ് നോയ്സ് അല്പം ഉള്ളോട്ട് വരുന്ന രീതിയിലുള്ള അതിന് കാരണമായിട്ടുള്ള വീൽ ആർച്ചസിൻ്റെ ഉള്ളിൽ ക്ലാഡിങ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. 3.5 മീറ്റർ നീളവും 1.5 മീറ്റർ വിഡ്ത്തും 1.5 മീറ്റർ ഹൈറ്റുമാണ് എക്സ്പ്രസോ എന്ന് വരുന്നത്. ഇതിൻ്റെ കർബ് വെയിറ്റ് വരുന്നത് 720 കിലോ ആണ്. അതുകൊണ്ട് തന്നെ പവർ ടു വെയിറ്റ് റേഷ്യോ നല്ലോണം ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു പവർ ട്രെയിൻ ഉള്ളത്. 3.69 lakhs-ലാണ് എക്സ്പ്രസോൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നിപ്പോൾ മാരുതിയുടെ എല്ലാ അറീന ഷോറൂമിലും ഈ മോഡൽ ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ ഫസ്റ്റ് റിവ്യൂ ഓഫ് എക്സ്പ്രസോ. ഇതിൻ്റെ ഫുൾ റിവ്യൂ ഉടനെ തന്നെ TV-യിൽ വരും. അതിൻ്റെ പിന്നാലെ തന്നെ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ വരുന്നതാണ്. ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. നന്ദി.